നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്നിൽ നാം പ്രതിപാദിക്കുന്ന ഇന്നത്തെ ദിനം 1201 കർക്കിടക മാസം 12-ാം തീയതി, അതായത് 2026 ജൂലൈ മാസം 28-ാം തീയതി. ഇന്ന് ജൂലൈ മാസം 28-ാം തീയതി ചൊവ്വാഴ്ചയാണ്. ഇന്ന് ചൊവ്വാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. 3 മുതൽ 4:30 വരെയുള്ള സമയം വൈകിട്ട്. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ ആ 1.5 മണിക്കൂർ ദൈർഘ്യസമയം അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ സൂര്യോദയം കാലത്ത് 6:16, അസ്തമയം വൈകിട്ട് 6:46 തൃശ്ശൂരിൽ. ഇന്നത്തെ തിഥി അതിശക്തമായ വെളുത്തപക്ഷത്തിലെ പൗർണമിക്ക് തലേന്നാലുള്ള ചതുർദശി തിഥിയാണ്. ശക്തമായ തിഥിയാണ് ചതുർദശി. പക്ഷേ അതൊരു രിക്താതിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. സാമ്പത്തികമായി ബെനിഫിറ്റ് ഉണ്ടാക്കില്ല, ലാഭത്തെ പ്രദാനം ചെയ്യില്ല. ഇവിടെ 3 തിഥികൾ ഒഴിഞ്ഞ തിഥികളാണ്. ഒന്ന് ചതുർത്ഥി 4-ാമത്തേത്, മറ്റൊന്ന് 9-ാമത്തേത് നവമി, മറ്റൊന്ന് ചതുർദശി 14-ാമത്തേത്. അതിനാൽ ഇന്നത്തെ ദിനം സാമ്പത്തിക വിഷയങ്ങൾക്ക് അത്ര അനുകൂലമല്ല എന്നറിയുക. പിന്നെ ഞാൻ സൂചിപ്പിക്കുന്നത് ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രവും ഉച്ചയ്ക്ക് 1:25 വരെ പൂരാട നക്ഷത്രമാണ്. പൂർവ്വ ആഷാഢമാണ് പൂരാടം. വിത്തിട്ടാൽ പൊടിക്കില്ല, യാത്ര പോയാൽ തിരിച്ചു വരില്ല, മുപ്പൂരാടം എന്ന് പറയും. അങ്ങനെയുള്ള 7 നക്ഷത്രങ്ങളുണ്ട്. യമരുദ്രാഹി, മുപ്പൂരം, തൃക്കേട്ടൈവ 7 നാൾ. യമൻ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, പൂരം പുരാടം, പുരുരുട്ടാതി, തൃക്കേട്ട. വിത്തിട്ടാൽ പൊടിക്കില്ല, യാത്ര പോയാൽ തിരിച്ചു വരില്ല. അതിനാൽ ഉച്ചയ്ക്ക് 1:25 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കൊന്നും സമയം തരാൻ നിർവാഹമില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 1:25 കഴിഞ്ഞാൽ പിന്നെ നല്ല നക്ഷത്രമാണ്, ഉത്രാടം നക്ഷത്രമാണ്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട് ശ്രദ്ധിക്കണം. 2:16 മുതൽ 3 മണി വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താം. സാമ്പത്തിക വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്ന് മാത്രം. മറ്റെല്ലാ കാര്യങ്ങളും, യാത്രയായാലും മറ്റെല്ലാ വിഷയങ്ങൾക്കും മേൽപ്പറഞ്ഞ സമയം വളരെ അനുകൂലമാണ്. ചൊവ്വാഴ്ചയും പൂരാടും നക്ഷത്രവുമാകയാൽ നന്നായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ നിങ്ങൾക്ക് കർമ്മതടസ്സമുണ്ടെങ്കിൽ കർമ്മമുട്ടി ചെയ്യുക, ശത്രുദോഷമുണ്ടെങ്കിൽ ശത്രുമുട്ട്, മക്കളുടെ വിദ്യാവിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിദ്യാമുട്ട് ചെയ്യുന്നത് വളരെ ഗുണകരമായി ഭവിക്കുന്നതാണ്. നന്ദി, നമസ്തേ.